ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനങ്ങൾക്ക് മാതൃകയാകണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി പോലീസ്. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുമതി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള വിദർഭ ഫൈനൽ മത്സരം സമനിലയിൽ. കിരീടം വിദർഭയ്ക്ക്. വാർത്തകൾ വിശദമായി. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനങ്ങൾക്ക് മാതൃകയാകണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ജനങ്ങളുടെ അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ട ഇടമാണ് പാർലമെന്റെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. തിരുവനന്തപുരത്ത് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ 4ാമത് പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പരിപാടിയിൽ പങ്കെടുത്തു. Largest democracies, parliament must be role model for people. It is a platform to transform aspirations of the people into reality. It has to be impregnable citadel of dialogue, debate, discussion and deliberation. And these facets were exemplified by the Constituent Assembly that worked for about 3 years in 18 sessions. And what we see today, dialogue, deliberation and others have yielded to disturbance and disruption. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. സർവകലാശാല നിയമ ഭേദഗതി ബില്ലും സ്വകാര്യ സർവകലാശാല ബില്ലും നാളെ സഭ പരിഗണിക്കും. ബജറ്റ് ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞ മാസം 17നാണ് നിയമസഭ പിരിഞ്ഞത്. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് എന്നിവർ സന്നിഹിതരാകും. സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഗ്രിഡ് രൂപീകരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്നത്. ഇത്തവണ ഗൾഫ് മേഖലയിൽ 682 കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ 447 കുട്ടികളും പരീക്ഷ എഴുതുന്നുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഉച്ചയ്ക്ക് ശേഷമാകും നടക്കുക. എല്ലാ പരീക്ഷകളും മാർച്ച് 26-ന് അവസാനിക്കും. അതേസമയം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് മന്ത്രി വി ശിവൻകുട്ടി വിജയാശംസകൾ നേർന്നു. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി മരിച്ച കേസിൽ പോലീസ് അന്വേഷണം തുടരുന്നു. സംഭവ സമയത്ത് ഉപയോഗിച്ച നഞ്ചക് പോലീസ് കണ്ടെടുത്തു. ഡിജിറ്റൽ ഉപകരണങ്ങളും ശേഖരിച്ചു. സംഘർഷത്തോടനുബന്ധിച്ച് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉത്തരവിട്ട 5 വിദ്യാർത്ഥികൾക്ക് എസ്എസ്എൽസി പരീക്ഷ എഴുതാനുള്ള അനുമതി ബോർഡ് നൽകിയിരുന്നു. ഇതിനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം 21ാം ദിവസത്തിലേക്ക് കടന്നു. പിന്തുണയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നും സമരപ്പന്തൽ സന്ദർശിച്ചു. ആശാ വർക്കർമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് ശ്രീ സുരേഷ് ഗോപി ഉറപ്പു നൽകി. അതേസമയം സമരപ്പന്തലിൽ കെട്ടിയ ടാർപോളിൻ ഷീറ്റ് പോലീസ് അഴിച്ചുമാറ്റിയതിനെ തുടർന്ന് കുട ചൂണ്ടിക്കൊണ്ട് ആശാ വർക്കർമാർ പ്രതിഷേധിച്ചു. നാളെ നിയമസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ആശാ വർക്കർമാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ സെക്രട്ടേറിയറ്റിലേക്കും മറ്റു ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധ പ്രകടനം നടത്തും. പ്രതിഷേധ മാർച്ചിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ എംപി നിർവഹിക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലഹരിയെ സമൂഹം ഒറ്റക്കെട്ടായി നേരിടണമെന്ന് മന്ത്രി എം.പി. രാജേഷ്. ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്യാമ്പയിനിൽ കേരളത്തിന്റെ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ലഹരിക്കൊപ്പം കുറ്റവാസനകളും കൂടുന്നുണ്ട്. ലഹരി മൂലവും അല്ലാതെയുമുള്ള അക്രമവാസനയ്ക്കെതിരെ പ്രവർത്തിക്കണമെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായ മഴയാണ് ലഭിക്കുന്നത്. ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. റോഡ് നിയമലംഘനങ്ങൾക്കെതിരെ കണ്ണൂരിൽ ഗതാഗത വകുപ്പ് കർശന നടപടി ആരംഭിച്ചു. മധ്യവേനൽ അവധിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ റോഡിൽ നിയന്ത്രണമില്ലാതെ ആഘോഷങ്ങൾ നടത്തുന്നതിനെതിരെ പരിശോധനയും തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. അശ്രദ്ധമായും അമിതവേഗതയിലും വാഹനം ഓടിക്കുന്നതും തങ്ങൾക്കും മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കുന്ന വിധം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നതും വാഹനത്തിന്റെ ഡോറിലും മുകളിലും കയറിയിരുന്ന് യാത്ര ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി കർശനമാക്കിയതെന്ന് കണ്ണൂർ RTO എൻഫോഴ്സ്മെന്റ് അറിയിച്ചു. ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യൽ, ഓടിച്ചയാളുടെ ലൈസൻസ് റദ്ദ് ചെയ്യൽ മുതലായ കർശനമായ നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള ഷോകൾ നടക്കുന്നില്ല എന്ന് അതത് വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഉറപ്പാക്കണമെന്നും RTO നിർദ്ദേശിച്ചു. കണ്ണൂർ പാനൂരിനടുത്ത് വള്ളിയായിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. കർഷകനായ ശ്രീധരനാണ് മരിച്ചത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി A.K. ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലം ആനയടിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികന്റെ കാലൊടിഞ്ഞു. ആനയടി സ്വദേശി ഡാനിയലിനാണ് പരിക്കേറ്റത്. പശുവിന് തീറ്റപ്പുല്ല് ശേഖരിക്കവെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ആലപ്പുഴ ജില്ലയിലെ പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ഓണാട്ടുകരയിലെ 13 കരകളിലും കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. 6 കുതിര, 5 ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നീ കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ഇത്തവണ 14 കുത്തിയോട്ട വഴിപാടുകളാണുള്ളത്. കുത്തിയോട്ടം വഴിപാട് നടത്തുന്ന വീടുകളിൽ നടന്നുവരുന്ന കുത്തിയോട്ട ചുവടും പാട്ടും ഇന്ന് സമാപിക്കും. നാളെ കുത്തിയോട്ടക്കാർക്ക് വിശ്രമ ദിനമാണ്. ചെട്ടികുളങ്ങര ഭരണിച്ചന്തയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുംഭഭരണിയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം വിദർഭയ്ക്ക്. 74 വർഷത്തിനിടെ ആദ്യമായി ഫൈനൽ കളിച്ച കേരളത്തിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചു. കലാശപ്പോരാട്ടം സമനിലയിൽ അവസാനിച്ചതോടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ ആനുകൂല്യത്തിൽ വിദർഭയെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ 37 റൺസിന്റെ ലീഡാണ് വിദർഭയ്ക്ക് ലഭിച്ചിരുന്നത്. 5ാം ദിനമായ ഇന്ന് വിദർഭ 2ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 375 റൺസ് എടുത്തുനിൽക്കെ മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ദുബായിൽ നടക്കുന്ന അവസാന ഗ്രൂപ്പ് എ ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ന്യൂസിലൻഡിന് 250 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ന്യൂസിലൻഡ് ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസ് നേടി. 79 റൺസ് എടുത്ത ശ്രേയസ് അയ്യറാണ് ടോപ്പ് സ്കോറർ. വിരാട് കോഹ്ലിയുടെ 300ാം ഏകദിനമാണ് ഇന്നത്തേത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 1 ഓവറിൽ 4 റൺ നേടിയിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ബംഗളൂരു FCയെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 63,520 രൂപയും ഗ്രാമിന് 7,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രശസ്തമായ മണ്ടക്കാട് ഭഗവതിയമ്മൻ ക്ഷേത്രത്തിലെ വാർഷിക കൊട മഹോത്സവത്തിന് കൊടിയേറി. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് ചടങ്ങിൽ സംബന്ധിച്ചു. തെക്കൻ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ നാളുകളിൽ മണ്ടക്കാട്ടെത്തുക. KSRTCയും തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും തിരുവനന്തപുരത്തേക്കും തിരിച്ചും പ്രത്യേകം ബസ് സർവീസ് നടത്തുന്നുണ്ട്. രാജ്യത്താദ്യമായി യുനെസ്കോ സാഹിത്യ നഗരി പദവി നേടിയ കോഴിക്കോടിനുള്ള ആദരസൂചകമായി തപാൽ വകുപ്പിന്റെ സ്പെഷ്യൽ കവർ. പോസ്റ്റൽ കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഉത്തരമേഖല പോസ്റ്റ് മാസ്റ്റർ ജനറൽ സയ്യിദ് റഷീദ് കവർ പ്രകാശനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ പാർലമെന്റ് ജനങ്ങൾക്ക് മാതൃകയാകണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നാടിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് നാളെ തുടക്കം. കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി പോലീസ്. പ്രതികളായ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുമതി. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരള വിദർഭ ഫൈനൽ മത്സരം സമനിലയിൽ. കിരീടം വിദർഭയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.